ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യെല്ലോ ലീവ്സ് വരാൻ കാരണം എന്താണ്, പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രതിവിധികളൊക്കെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു കാര്യം പറഞ്ഞത് ഡിസീസസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു, അത് ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന്റെ പാർട്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. സെക്കൻഡ് പാർട്ടെന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ. അപ്പോൾ നമ്മൾ ഡിസീസ്, അതായത് നമ്മുടെ ലീഫിനുണ്ടാകുന്ന ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ ലീഫിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പാട് കണ്ടോ, നല്ല ലീഫല്ലേ, പക്ഷെ അതിലൊരു പാട് വന്നേക്കുന്നുണ്ട്, കറുത്ത പാട്. അപ്പോൾ ഇതെന്താണ്, ഇതിനുള്ള പരിഹാരം എന്താണ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലീഫിലല്ലേ ഇങ്ങനെ കറുത്തത് കാണുമ്പോൾ പലരും ചിന്തിക്കുന്നത് വെയില് കൂടിയിട്ട് പൊള്ളിപ്പോയതെന്നാണ്, പൊള്ളിപ്പോയതുകൊണ്ടാണ് ഈ കറുത്ത പാട് വന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല കേട്ടോ, സൺബേൺ അല്ല ഇത്. ഇത് ഒരുതരം ഡിസീസാണ്, ഒരു ഫംഗൽ ഡിസീസാണിത്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയണമല്ലോ, ഇത് സൺബേൺ അല്ല. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ലീഫ് നോക്കി കണ്ടോ, ഇത് സൺബേൺ ബാധിച്ച ലീഫാണ്. ഇത് മൊത്തം യെല്ലോ ആയിട്ട് ഇത് ഒരു 2 ദിവസം കൂടി വന്ന 3 ദിവസം, 3 ദിവസത്തിനുള്ളിൽ ഈ ലീഫ് കൊഴിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ സൺബേൺ മനസ്സിലാക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ പറയില്ല എന്റെ ഗ്രീൻ നെറ്റ് മാറിപ്പോയെന്നുണ്ടോ, കൊഴിഞ്ഞു കിടക്കുന്നുണ്ടോ, കൊഴിഞ്ഞു പോകുന്നുണ്ടോ. 3 ദിവസത്തിനുള്ളിൽ സൺബേൺ ബാധിച്ച ലീഫ് കൊഴിഞ്ഞു പോകും. ഈ ലീഫ് നോക്കി കണ്ടോ, ഇതിന് മഞ്ഞളിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ആ ബ്ലാക്കിന്റെ ചുറ്റും മഞ്ഞളിപ്പ് വരുന്നത് കണ്ടോ, ദാ നോക്കി കണ്ടോ, മഞ്ഞ കളറായിട്ട് വരുന്നുള്ളൂ. ഇത് 1 മാസം എടുക്കും ഇത് കൊഴിഞ്ഞു പോകാനായിട്ട്. ഇത് മൊത്തമായിട്ട് ഇങ്ങനെ കരിഞ്ഞു വരും. അപ്പോ ഇത് 1 മാസത്തോളം എടുക്കും. ഇത് സൺബേൺ ആണെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകും. പക്ഷെ ഇത് 1 മാസം എടുക്കും ഇത് പോകാനായിട്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഡിസീസസ് ആണെന്ന് മനസ്സിലാക്കി എടുക്കണം. കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് ഡിസീസ് എന്ന് പറയുമ്പോൾ പകരുന്ന രോഗമാണിതാ നോക്കി കേട്ടോ, ഇതിലോട്ട് അടുത്ത ലീഫിലോട്ട് പകർന്നിരിക്കുവാണ്. ഇത് കണ്ടോ, ഇത് ആദ്യം ഒരു ലീഫിലായിരുന്നിരിക്കും, പിന്നീട് ഇതിലായിരിക്കും വന്നത്, രണ്ടാമത്തെ ഇതിൽ വന്നു, ദാ മൂന്നാമത്തേലോട്ടും പകർന്നിരിക്കുവാണ്. അപ്പോൾ ഇത് പകരുന്ന ഒരുതരം രോഗമാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇത് രോഗമാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മുടെ ഈ പ്ലാന്റിനെ ICUയിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അതായത് ICUയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, എന്റെ ഈ പ്ലാന്റ് ഇരിക്കുന്ന കുറെ പ്ലാന്റ്സിന്റെ അടുത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ രോഗം മറ്റുള്ള പ്ലാന്റ്സിലോട്ട് മാറാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്ലാന്റിനെ ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളതാണ്. ഇതിപ്പോ ഡിസീസസ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതിന് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്. ഇതിനി ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്ലാന്റ് അടിയിലേക്ക് വരാനായിട്ടും സാധ്യതയുണ്ട്. ചിലപ്പോൾ പൂക്കളും ബഡൊക്കെ ഉള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ആ ബഡും ഒക്കെ നശിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിന് പ്രതിവിധി ചെയ്യാവുന്നത് ഇത് കണ്ടോ, ഈ വശം നോക്കേ, ഈ വശം കണ്ടോ, ഈ വശം വെച്ച് നമ്മൾ ഇത്രയും വെച്ച്, ഇത് ഇൻഫെക്റ്റഡ് ഏരിയാസ് അല്ല, അപ്പൊ ഈ വശം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആണ്, ഇനി ഇങ്ങോട്ടൊന്നും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല ഇതിനെ. അപ്പൊ നമ്മൾ ഈ വശം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത്. ഈ ലീഫ് നമുക്ക് ഇവിടം വെച്ച് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിസേഴ്സിലെ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയതായിരിക്കണം. എന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. കണ്ട, ഇത് നമുക്ക് ഇവിടെ വെച്ച് കളയേണ്ടി വരും. കണ്ടോ, ഇൻഫെക്റ്റഡ് ആണ്. കണ്ടോ, കുറച്ചും കൂടി താത്തി കെട്ടിക്കളയാം. ഓക്കെ, പിന്നീട് ഇതാണ്, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇവിടെ നിന്ന് കട്ട് ചെയ്ത്, ഇപ്പം കുഴപ്പമില്ല, ഇത് ഇങ്ങോട്ട് യെല്ലോ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അധികം കൂടെ കട്ട് ചെയ്ത് കളയണ്ട, ഇത്ര വെച്ച് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കട്ട് ചെയ്ത ലീവ്സ്, അതായത് ഇത് ഇൻഫെക്റ്റഡ് ആയ ലീവ്സ് ആണ്. ഇത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ഓർക്കിഡിന്റെ പരിസരങ്ങളിൽ ഇടരുത്. ഇത് കത്തിച്ച് കളയുക തന്നെ ചെയ്യുക കേട്ടോ. നമ്മളിത് നശിപ്പിച്ച് കളയണം.
ഓക്കെ, ഇപ്പം നമ്മുടെ ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് പേടിക്കേണ്ട, അതായത് ഇനി ഇൻഫെക്ഷൻ നമ്മുടെ പ്ലാന്റിലോട്ടൊന്നും വരത്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിൽ വൂണ്ട് വന്നിട്ടുണ്ട്, അതായത് മുറിവുകൾ. ഓക്കെ, അപ്പോൾ ഇത് ഉണങ്ങിയെടുക്കുമ്പോൾ നമ്മൾ പ്ലാന്റ് നനയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നനയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഇരുന്നാൽ വേറെ ഇൻഫെക്ഷനൊക്കെ ഇതുമേൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കിങ്ങനെ ഇത് മുറിവ് തുറന്ന് വെക്കാൻ പാടില്ല. അത് നമ്മൾ പൂട്ടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് ഒന്നെങ്കിൽ നമ്മൾ സാഫ് എടുത്തിട്ട് ഇതുമേലൊന്ന് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വൂണ്ട് മറഞ്ഞു പോകും. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ വെള്ളമൊക്കെ തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകാതെയൊക്കെ ഇരുന്നോളും. പക്ഷെ സാഫിനേക്കാളും ഇതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? കറുവപ്പട്ട. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെയുള്ള ഡിസീസൊക്കെ വരുമ്പോൾ മുറിവ് ഉണക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കറുവപ്പട്ട. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഞാൻ കറുവപ്പട്ട പൊടിച്ചെടുത്തിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് പൊടിഞ്ഞതായിരിക്കണേ, തരികളൊന്നും, അതായത് പൊടിക്കുമ്പോൾ ഇതിലൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടി തന്നെ എടുക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടി ഉണ്ടല്ലോ, ഈ കറുപ്പട്ടയുടെ പൊടി നമ്മൾ ഈ മുറിവുകളിലേക്ക്, അതായത് മുറിവുകളിൽ ഇപ്പോൾ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ വേണമെങ്കിൽ ഈ മുറിവുകളിലോട്ട് ഇങ്ങനെ തന്നെ നമുക്ക് അത് ഒപ്പിവെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ അതിലും നല്ല ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്ത് വെക്കാം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്ത് അതിലോട്ട് ഒപ്പിവെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇതായിപ്പോവും, ഡ്രൈ ആവുമല്ലോ. ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ നിലത്തോട്ട് വീണ് പോകും. അപ്പോൾ അതൊരു ശാശ്വതമായൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു നനച്ചെടുക്കാന്ന് വെച്ചാൽ വെള്ളം വെച്ചല്ലോ കേട്ടോ. വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ട. അതിന് പകരമായിട്ട് ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, നീം ഓയിലാണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വെള്ളം ഉപയോഗിക്കരുത്, നീം ഓയിലാണ്. നീം ഓയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആര്യവേപ്പിൻ്റെ എണ്ണയാണ്. ആര്യവേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പ് ഇതാക്കി എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളമാണെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നീം ഓയിലാണ് ഉപയോഗിക്കുന്നത്. നീം ഓയിലാണ് ഏറ്റവും നല്ലത്. ഞാനിത് ഇട്ട് കൊടുക്കുവാണേ. നീം ഓയിലിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നീം ഓയിലിട്ട് മിക്സ് ചെയ്യുവാണേ. നീം ഓയിൽ ഞാൻ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഓയിലിയായിട്ട് ഇതാക്കി എടുക്കുക. ഇങ്ങനെ എടുത്തത് നമ്മൾ എടുത്തിട്ട് ആ മുറിവിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. മുറിവിൽ ഞാനിങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോളൂ കേട്ടോ, കണ്ടോ, ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപാകതകളുണ്ട്, ക്ഷമിക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതിൽ തേച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക. കുഴപ്പമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്തു, അതായത് നമ്മുടെ ക്രൗൺ പോർഷൻസ് ആണല്ലോ ഇവിടെയൊക്കെ. ഇവിടെ ക്രൗൺ പോർഷനാണ്. അപ്പോൾ ഇവിടെയൊക്കെ തേച്ച് വെച്ച് കൊടുത്തു, കുഴപ്പമില്ല. കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക്. എവിടെയൊക്കെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഓയിലി ആയതുകൊണ്ട് ഇതിൽ വെള്ളം അങ്ങനെ തങ്ങി വെള്ളം വരില്ല. വെള്ളം വീണാലും തന്നെ അത് പൊയ്ക്കോളും. അപ്പോൾ ഈ ഓയിലി ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ പട്ടയുടെ ഇത് പോകത്തുമില്ല കേട്ടോ, ഇങ്ങനെ നിന്നോളും. ഇപ്പോൾ നമ്മൾ ഇതിനെ സേഫാക്കിയിരിക്കണം. നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ സേഫാണ് കേട്ടോ. ഇത് നമ്മളിഞ്ഞ് 1 മാസത്തോളം വെയിറ്റ് ചെയ്യുക. അതായത് 1 മാസത്തോളം നമ്മുടെ ഈ പ്ലാന്റിനെ ഇൻറ്റൻസീവ് കെയർ, അതായത് ICUവിൽ തന്നെ ഒന്ന് സൂക്ഷിക്കുക. അത് 1 മാസത്തോളം നമ്മളിതിനെ കെയർ ചെയ്യുക. ICUവിൽ തന്നെ ഇരുന്നോട്ടെ, ഇനി വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 മാസത്തോളം നമ്മുടെ ഈ പ്ലാന്റിനെ ICUവിൽ തന്നെ വെച്ചേക്കുക. എന്താണ് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക,
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നീട് അടുത്ത വീഡിയോ ഞാൻ ലീഫിനെ കുറിച്ചുള്ള അടുത്ത ഡിസീസസിനെ കുറിച്ച് ഉള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 1-2 ഡിസീസസിനെ കുറിച്ച് ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ ഞാൻ നിർത്തട്ടെ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.